ഫൈനലി എം സി ഗെയിമർ ബാക്ക് ഇൻ മൈ ചാനൽ. ഒരുപാട് നാളായി നമ്മൾ എം സി ഗെയിമറായിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ട്. സോ ഫൈനലി എം സി ഗെയിമർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഒരു സ്കൈ ബ്ലോക്കിൻ്റെ വീഡിയോ എടുക്കാൻ. സോ നമ്മൾ ഇന്ന് തുടങ്ങാൻ പോവാണ് സ്കൈ ബ്ലോക്ക്. സോ ഗൈസ് വി ആർ ബാക്ക് ടു ഓൾഡ് കോംബോ. അതേ ഗൈസ് നമ്മളങ്ങനെ എം സി ഗെയിമറായിട്ട് വന്നിരിക്കുകയാണ് പുതിയൊരു സ്കൈ ബ്ലോക്ക് വീഡിയോ എടുക്കാനായിട്ട്. അതെ, ആൻഡ് ഇത് പുതിയൊരു സീരീസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അറിയത്തില്ല, നമ്മൾ ലെറ്റ്സ് പ്ലേ കഴിഞ്ഞിട്ടുള്ളൂ ഇതൊക്കെ. ആൻഡ് ലെറ്റ്സ് പ്ലേയുടെ വീഡിയോസ് കാണും, പക്ഷെ നമ്മൾ അതിൻ്റെ സൈഡിലായിട്ട് എം സി ഗെയിമറായിട്ടൊക്കെ ഒന്ന് കളിക്കാനും തമാശയൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനായിട്ട് സ്കൈ ബ്ലോക്ക്. എം സി ഗെയിമറെ എത്ര നാളായി കണ്ടിട്ട്? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം. അതെ അതെ അതെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും നിങ്ങളുടെ സ്കൈ ബ്ലോക്ക് എന്താ ഇങ്ങനെയാണ്? കാരണം രണ്ട് മരം പിന്നെ സ്റ്റോണ് സംബന്ധിച്ച് കഴിഞ്ഞാൽ ഇത് റയറസ്റ്റ് വേൾഡ് ആണ്. അതായത് നമ്മൾ സ്കൈ ബ്ലോക്ക് കളിക്കുന്നത് റയറസ്റ്റ് വേൾഡിൽ പെട്ടതാണ്. ഇത് രണ്ട് വുഡും ഇതൊക്കെ ഇടുന്നത്. മാത്രം നമ്മൾ സവാന ബയോമിലാണ് ജനിച്ചിരിക്കുന്നത്. പിന്നെ ദൂരെ നോക്കുവാണെങ്കിൽ ഒരു ഐലൻഡ് ഒക്കെ ഉണ്ട്, അവിടെ ഒന്ന് പോകണം. പിന്നെ നമ്മുടെ എം സി എന്തേ ബൈ ബൈ എം സി. സോറി ബ്രോ, നന്നായി കൺട്രോൾ ശരിയാക്ക്. എടാ ഞാൻ എന്നാ പിന്നെ ഉണ്ടാക്കട്ടെ മറ്റേ സാധനം. ഇതെന്താ അറിയത്തില്ല, പറ്റാവുന്ന രീതിയിൽ നമ്മള് കളിക്കും. പിന്നെ ഈ വേൾഡ് ഞങ്ങൾ ചീറ്റ് ചെയ്താന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു ഫോട്ടോ ഇവിടെ കൊടുത്തേക്കാം. ChatGPT തന്നാണെങ്കിൽ ഈ വേൾഡ് നമ്മൾ നോർമലി റയറസ്റ്റ് വേൾഡാണ്. ഇത് വരാൻ പോസിബിൾ ആണ്. നമുക്ക് ഓക്കിലോഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കിലോഗിലാണെങ്കിലും ഇല്ല. അതെ കഴിച്ച് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് രണ്ടുപേരും. എനിക്ക് സവാന മതി. സവാന ആകുമ്പോ ഒരുപാടുണ്ട്. പക്ഷെ ഓക്കെ ബ്രോ, എനിക്കൊരു ബുദ്ധും കൂടി മൈൻഡ് ചെയ്യണം ഒരു പിക്കാസ് ഉണ്ടാക്കണമെങ്കിൽ. അപ്പം ഇതുവരെയായിട്ടും നിങ്ങൾ വീഡിയോക്ക് ലൈക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബെല്ലൈക്കൺ കൂടെ ഓണാക്കി വെച്ചിട്ട് അതാകുമ്പോൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ ബോർ അടിച്ചിരിക്കുമ്പോൾ എന്റെയും മൂന്ന് ചിരിച്ചാൽ വീഡിയോസ് പോയി. അതാണാ? അതെ ബ്രോ. ഇതിപ്പോ എങ്ങനെയാ മൈൻഡ് ചെയ്യൂ? ഒരു ഐഡിയ ഉണ്ട് എനിക്കിടി മൈൻഡ് കിട്ടി. നീ മാറിക്കേ അല്ലെങ്കിൽ സ്റ്റോം വെട്ടുന്ന സമയത്ത് എന്നെയും കൂടെ പൂട്ടു. അവിടെ ഇരിക്കുക. പിന്നെ സ്റ്റോ മൈൻഡ് ചെയ്യുക. അത് ഞാനൊന്ന് പ്ലാറ്റ്ഫോം വലുതായിട്ട് ഞാൻ പറ്റിക്കോളാം. ബ്രോ വെട്ടൂല. നമുക്ക് ഇവിടുത്തെ കുറച്ച് റേറ്റിംഗ് അല്ലെങ്കിൽ എടുത്തിട്ട് പ്ലാറ്റ്ഫോം ഒന്ന് വലുതാക്കാം. മതി. ഇനി ഞാൻ കുറച്ച് മൈൻഡ് ചെയ്യാം. ഓക്കെ, എന്റെ കൈകളിലോട്ട്, അതും ഇവന്റെ കൈകളിലോട്ട്. ഫസ്റ്റത്തെ കോബിൾ സ്റ്റോൺ നമ്മുടെ കൈകളിലോട്ട്. ഓക്കെ, എന്താ ഇത് എല്ലാം കൂടി രാവിലെ പോവാലോ. നമുക്ക് ഒരുപാട് കോബിൾ സ്റ്റോൺ മൈൻഡ് ചെയ്യണം. പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ബെഡ് റോക്ക് ഒക്കെ ഉണ്ടാവും. ചീറ്റ് ചെയ്തല്ല, റിയലി ചീറ്റ് ചെയ്തല്ല. നിങ്ങൾ ChatGPT ചോദിച്ചു ഇത് ആക്ച്വലി നമുക്ക് പോസിബിൾ ആണ് ഈ ബെഡ് റോക്കില്, അല്ല ജാവയില്. ഒന്നെങ്കിൽ നല്ല ലക്കുള്ളവർക്ക് കിട്ടുന്ന സംഭവം, അല്ലെങ്കിൽ എറ്റർനോസിന്റെ ബഗ്. ആക്ച്വലി ചീറ്റ് ചെയ്തല്ല. ഞാനിപ്പോ മറ്റേ F3 F4 അടിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ കാണാൻ പറ്റും നോ പെർമിഷൻ ഓഫ് ചെയ്ത്. എടാ നീ ഒന്ന് അടിച്ചടാ F3 F4. ആൾക്കാർ F3 F4 ഒരുമിച്ചടിക്കുക. അപ്പൊ ഇത് മനസ്സിലായത് ഇത് ക്രിയേറ്റീവ് ആണോ അല്ലെങ്കിൽ സർവൈവൽ ആണോ? അപ്പൊ നിങ്ങൾ കേട്ടാണെങ്കിൽ റിയലി അതാണ്. ഞങ്ങൾ ഇത്രയും കഷ്ടാന്ന് ഞാൻ പോലും അറിഞ്ഞില്ലേടാ. ഇതിലൊക്കെ യൂട്യൂബിൽ കിട്ടുന്നേ വൈറലായാലേ. പിന്നെ നമ്മളിപ്പോ യൂട്യൂബിൽ അല്ലാണ്ട് പിന്നെ ഫേസ്ബുക്കിലാണ് അപ്ലോഡ് ആക്കാൻ പോകുന്നത്. വെച്ചിട്ടുണ്ട്, അത് അടുക്കരുത് കേട്ടോ. എന്നാ നോട്ടാരും മതി. അവിടെ ഇട്ടാ ഞാൻ എങ്ങനെ എടുക്കാനാടാ?
സോ ഇവിടം വരെ കണ്ടവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഡിസാസ്റ്റർ സീസൺ 2 ഇറക്കാൻ പോവാണ്. ഒരുപാട് പേര് കമൻ്റ് ഇട്ടായിരുന്നു. ആൻഡ് നമ്മുടെ ഡിസാസ്റ്റർ 2 സ്പോൺസർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വോയിഡ് എക്സ് ആണ്. ഡാർക്ക് എക്സ് ഡി എന്ന് പറഞ്ഞൊരു പ്ലെയറാണ്. സോ ഡിസ്കോഡിൻ്റെ സെർവർ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. സോ അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യുക. നിങ്ങൾക്ക് വല്ല സെർവർ തുടങ്ങണമെങ്കിൽ ആ സെർവർ ബെസ്റ്റാണ്. നോക്കാം. ഇതാണ് ഗൈസ് അച്ചീവ്മെന്റ്സ്. അപ്പോൾ കോബിൾ സ്റ്റോൺ, ക്രാഫ്റ്റിംഗ് ടേബിൾ, പിക്കാക്സ്, സ്റ്റോൺ പിക്കാക്സ്, വുഡൻ പിക്കാക്സ്, ഡേറ്റ്, ഇതിന്റെ ഒക്കെ നമുക്ക് അച്ചീവ്മെന്റ് ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഈ 2 അച്ചീവ്മെന്റ്സ് ഉണ്ട്. അപ്പൊ MC നമ്മുടെ വീഡിയോ ഫസ്റ്റത്തെ ഗോൾ എന്താ MC? നമ്മുടെ ഫസ്റ്റത്തെ ഗോള് നമ്മൾ ഇന്നൊരു ട്രീ ഫാം പണിയിട്ടേ പോകും. അതൊക്കെ ട്രീ ഫാം ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സാബിളും കിട്ടി. അത് അച്ചീവ്മെന്റ് പൊട്ടി. നൈസറ. ഞാനും കൂടി ഒന്ന് പണിയാൻ പറ്റുമോ നോക്കട്ടെ. ബംഗാളി പണി എടുത്തിരുന്നു മോനോസ്. നാളെ കേസ് അപ്പുറത്തെ ബയോമിൽ ക്രീപ്പർ സ്പോണായി. അതാണ് ഞാൻ 30 ബ്ലോക്ക് 40 ബ്ലോക്ക് മാറിയാലും എന്തൊരു സ്പോൺ ആവും. എന്നാ ഓക്കെ. എത്ര ബ്ലോക്ക് ഡിസ്റ്റൻസിലടാ സാപ്ലിങ്സ് വെക്കണ്ടേ? 4 3. ഞാനെപ്പോഴും 4 എടുക്കുന്നത്. ഞാൻ 3 കാര്യം എന്ന് വെച്ചാ എന്റെ നമ്പർ തന്നെ 4. കണ്ട കൈ മോനിസ് തന്നെ ബംഗാളി പണി എടുപ്പിക്കും. എല്ലാരും മോനിസിന്റെ ചാനൽ അൺസബ് ചെയ്യുക. അപ്പൊ ഞാൻ ഇവിടെ പിന്നെ കൂലിപ്പേന എടുക്കണേ? നീ ഒന്നും ചെയ്യുന്നില്ല. നീ ഇത് കണ്ടോണ്ടിരിക്കുക. ഇത് കാണുവാ. ഞാനെല്ലാം കാണുന്നുണ്ട്. കണ്ടാ ഈ വാസ് ലുക്കിംഗ് ഐ ജോബ് മൈ ജോബ് അങ്ങനല്ലേ പറയുന്നത്. കുറച്ച് നമ്മളെ ജോലി വാച്ച് ചെയ്യുന്നു. സംഭവം ഇംഗ്ലീഷ് അറിയത്തില്ല. ഈ ഇംഗ്ലീഷ് പറയത്ത്. വെട്ടിക്കോ. എന്തിനാണ് അത്ര വലിയ പ്ലാറ്റ്ഫോം ഒക്കെ കിട്ടുന്നത് ഇപ്പൊ തന്നെ? അല്ല അവിടെ മോബ്സ് ഒന്നും സ്പോൺ ആവൂല. മോബ്സ് സ്പോൺ ആവാനല്ല ബ്രോ, എനിക്ക് സാപ്ലിങ്സ് നടാനാണ്. ഞാൻ താഴെ പോയല്ല, അതുകൊണ്ട് എന്റെ സാപ്ലിങ്സ് ഇല്ലാത്ത വെച്ചേക്കാം. ഞാൻ എപ്പോഴും അതെ ഐറ്റംസ് എപ്പോഴും ജസ്റ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര പേടിയാ. നമുക്ക് സാപ്ലിങ്സ് കിട്ടാൻ വേണ്ടിട്ട് തപസ് ഇരിക്കാം. കിട്ടിയാ മതിയായിരുന്നു. ഇന്നൊരു തീ കത്തുന്ന മണം. അയ്യോ കണ്ടോണ്ടിരിക്കുന്നതാ തീ പിടിക്കുമ്പോ. എടാ MC എനിക്ക് സാപ്ലിങ്സ് ഒന്നും കിട്ടുന്നില്ലടാ MC. അത് പറഞ്ഞപ്പോ തന്നെ എനിക്ക് ഉറങ്ങി കിട്ടി. ഓ ഭാഗ്യം കിട്ടിയല്ലേ. എന്റെ സാപ്ലിങ്സ് ഇസ്കിക്കൊണ്ട് പോയേനെ. അത് പറയാനായിരുന്നു ഞാൻ വന്നത്. അത് പറഞ്ഞാ നിന്റെ കറക്കൂട്ടിയാൻ വിളിക്കൂ. അയ്യോ ഒരു സാപ്ലിങ്സും കൂടി എനിക്ക് വേണം. തരില്ല, ഓടിക്കോ. എനിക്ക് അടുത്ത സാപ്ലിംഗ് കിട്ടി. അലമ്പല്ലേ ഞാൻ അതിന് വേണ്ടിയുള്ള ഇതുണ്ടായിക്കൊണ്ടിരിക്കും. നീ നൈസായിട്ട് ഇസ്കിട്ട് നീ തന്നെ പണി അതെങ്ങനെ ശരിയാവോളാ? ഓടാ എന്നത് ഇവിടെ നിനക്ക് 2 സാപ്ലിങ്സ് എല്ലാം ഉണ്ടായിരുന്നു. അത് ഇവിടെ തന്നെയാണ്, സേഫാണ്. ഞാൻ അങ്ങനെ മോഷ്ടിക്കാറില്ല. ഞാൻ സ്വന്തമായിട്ട് എനിക്ക് ഇപ്പൊ തന്നെ നിന്നെ അതൊരു ഓടി ഒന്നൊരു പോത്തു കഴിഞ്ഞാൽ ഓടി ഒന്നൊരു കുത്തുകുത്തറുന്നുണ്ട് ചുവല കളറായിട്ട്. പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. പേടി. കാരണം നീ ചത്തു കഴിഞ്ഞാൽ വേൾഡും കൂടി ഇതായി പോകും. എനിക്ക് 2 സാപ്ലിങ്സ് കിട്ടി. മാത്രമല്ല നീ മണ്ടനാണോ? കാരണം ഓക്ലോഗിന്റെ സാപ്ലിങ്സും ഇവിടുത്തെ സാപ്ലിങ്സും ഡിഫറെന്റ് ആണ്. അപ്പൊ അതിന് കണ്ടാ മനസ്സിലാവും. ഇവന് ഞാൻ എല്ലാ ഡേറ്റും കൊടുക്കണം. മരം തെറ്റി. അത് കാരണം ഇവിടെ മോബ്സ് സ്പോൺ ആവും. എടാ എനിക്കിത് ഇവിടെ മരം വളർന്നു. എനിക്ക് ട്രീ ഫാം സെറ്റാണേ. ഓ നല്ല മോണിസ് പണ്ടേ സീനാന്നേ. നീ പറഞ്ഞാണോ ട്രീയെ മര്യാദക്ക് വലുതായിക്കോ അല്ലെ എംസിനെ കൊന്നു കളയുമെന്ന്. അപ്പൊ അതെന്റെ സബ്സ്ക്രൈബർ ആയതുകൊണ്ട് മര്യാദക്ക് വളർന്നു. അതെ അതെ അതെ. മരത്തിന് വേറെ പണിയൊന്നുമില്ലേ? മരത്തിന് വേറെ പണിയില്ലാത്തോണ്ടല്ലേ എന്റെ വീഡിയോസ് കാണുന്ന.
പണിയില്ലാത്തവരാണ് നിന്റെ വീഡിയോസ് കാണുന്നത്. അപ്പൊ നീ നിന്റെ സബ്സ്ക്രൈബേഴ്സിനെ കളിയാക്കുന്നു. പണിയില്ലാത്തവരെന്റെ വീഡിയോസ് കാണുന്നു. ഫുഡ് എന്തായാലും നമ്മളെ മൈൻഡ് ചെയ്തിട്ടുണ്ട് ഗൈസ്. ലെറ്റ്സ് ഗോ. അപ്പൊ നമുക്കിനി എന്താ വേണ്ടത്? ഇനി നമുക്കൊന്നും വേണ്ട, എമർജൻസിക്ക് വേണ്ടി വെച്ചേക്കാം. അതായിരിക്കൂലേ ഞാൻ വെച്ചപ്പോ തന്നെ 2 സെക്കൻഡ് ആയിപ്പോ ഒരു മരം വളർന്നത് അല്ലേ? എഫിഷ്യന്റ്. ഈ മരം വലുതാവുന്നത് പതിയാണെങ്കിലും പോട്ടെ, ഭയങ്കര എഫിഷ്യൻസി ആയിട്ട് ഫുഡ് തരും. അതെങ്ങനെയാ ബ്രോ? ഈ ഓക്കിലോഗ് വളരുമ്പോ എഫിഷ്യന്റ് ആയിട്ട് എല്ലാ ഓക്കിലോഗ് ഒന്നില്ലേ? ആക്ച്വലി പറയുവാണെങ്കിൽ എൻ്റെ ട്രീ ഫാമാണ് എഫിഷ്യൻസി. അതിന് 2 ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരുപാട് നേരം എടുത്തിട്ടാണ് എംസിയുടെ ഒരു ഓക്കിലോഗ് വളരുന്നത്. എൻ്റെ പെട്ടെന്ന് വളരുന്നത് ഓക്കിലോഗ്സ് അല്ല, സവാന ബയോമിലത്തെ വുഡാണ്. സവാന ബയോമിലത്തെ വുഡ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു വുഡിൽ തന്നെ നമുക്ക് 10-ലധികം വുഡ് കിട്ടും. എന്നാൽ ഒരു ഓക്കിലോഗിൽ നമുക്ക് 5-4 വുഡൊക്കെ കിട്ടത്തുള്ളൂ. സോ ലിറ്ററലി പറയുവാണെങ്കിൽ എൻ്റെ അല്ലേ ഗൈസ് എഫിഷ്യൻസി. അതാ പറഞ്ഞേ, ആപ്പിളൊക്കെ അതിനകത്തായിരിക്കുന്നത്. ആരുടെയെങ്കിലൊക്കെ ആവട്ടെ, നിന്റെ ആണെന്ന് തോന്നുന്നു. നീ എടുത്തോ, എന്റെ ആപ്പിളല്ല അത്. അല്ല, നിന്റെ ആയിരിക്കും. അതെ. നമുക്ക് ഈ വുഡ് വൈൻഡ് ചെയ്യുമ്പോൾ സാപ്ലിങ്സ് എന്തായാലും വോയിഡിൽ പോയായിരിക്കാം. നമുക്ക് ഈ വുഡിന് ചുറ്റും 3x3 ബ്ലോക്ക് വെച്ച് കവർ ചെയ്യാം. 54 ഇതുണ്ട്. ഇത് വെച്ചെന്തായാലും എന്റെ ഫാം ഉണ്ടാക്കും. ഓക്കെ, ശരി, നമുക്ക് ഈ വുഡ് പതുക്കെ മൈൻഡ് ചെയ്യാം. സാപ്ലിങ്സ് എന്റെ ഈ സ്ഥലം ഫോൺ പ്രൂഫ് ആണ്. ഫോൺ പ്രൂഫ് ഇന്ത്യ. പറയടാ, ഇന്ത്യ ഇവിടെ ഏതൊരു മോബ് സ്പോൺ ആവുവാടാ? എനിക്കറിയില്ല, ഇതുവരെ സ്പോൺ ആയിട്ടില്ല. സ്പോൺ ആവും, കാരണം അറിയാവാ? എനിക്കറിയത്തില്ല. കാരണം ഈ സ്ലാബ് ബ്ലോക്ക് പോലെ വെച്ചിരിക്കും. ഞാൻ പ്ലേസ് ചെയ്തതുപോലെ പ്ലേസ് ചെയ്യുവാണെങ്കിൽ മോബ് സ്പോൺ ആവില്ല. മോബ് സ്പോൺ ആവെന്ന് പറയുന്നത് ഫുൾ ബ്ലോക്കിലാണ്. അപ്പൊ നമ്മൾ സ്ലാബ് താഴെ വെക്കുവാണെങ്കിൽ അത് ഫുൾ ബ്ലോക്ക് അല്ല, ഹാഫ് ബ്ലോക്ക് ആണ്. അതുകൊണ്ട് മോബ്സ് സ്പോൺ ആവൂല. അതെ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോൺ. ഇത്രയും പറഞ്ഞ് എനിക്ക് ഒരു ലൈക്ക് സബ്സ്ക്രൈബും വേണം. എനിക്ക് പണ്ട് 2021 ഞാൻ വിട്ട കേസാണ് MCMR. ഇപ്പോഴും എന്റെ അടുത്തൊന്നും പറഞ്ഞോട്ടില്ല. 2021 ഞാൻ ലോക്ക്ഡൌണിന്റെ സമയത്ത് സ്കൈ ബ്ലോക്ക് കളിച്ച് ഡ്രാഗനെ ഫിനിഷ് ആക്കിയതാ. എന്നിട്ട് ഇവിടെ ഫിനിഷ് ആക്കിയിട്ട് ഒരു വന്നിട്ട് പഠിപ്പിച്ചു തരുക, സ്റ്റോൺ പ്രൂഫ് വെക്കുമ്പോൾ സ്ലാബ് താഴത്തോട്ട് വെക്കണം, എന്നാലാണ് മോബ്സ് സ്പോൺ ആവാണ്ടിരിക്കുന്നത്. പോടാ എണീറ്റ്. അല്ല പിന്നെ ഞാനും എന്റെ ഒരു ഫ്രണ്ട് നന്ദു എന്ന് പറഞ്ഞൊരു പ്ലെയർ. അതിന് 2026 ഈ വർഷമല്ലേ? നീ എങ്ങനെയാണ് ഈ വർഷം തന്നെ എൻട്രാനെ കൊന്നേ? എനിക്ക് പറ്റുമെങ്കിൽ ബഡ്സിട്ട് ചെവിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. 2021 ഞാൻ പറഞ്ഞത്. 2021 അങ്ങനെ 2026 പറയുന്നു. മിക്കവാറും എനിക്ക് 8ന്റെ പണി തരത്തേ ഉള്ളു ഈ മരം. അയ്യോ സൂപ്പർ. എന്താ പറ്റി? ഞാൻ ഷിഫ്റ്റ് ചെയ്തെന്നും പറഞ്ഞു ഷിഫ്റ്റ് ഒക്കെ മറന്നു. മച്ചാനെ കഴിക്കാൻ വല്ലതും തരാവോ? എടാ പോയി ചാവട ഐറ്റംസ് ഒക്കെ എടുത്ത് ചെസ്റ്റിൽ വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്യാൻ പോവാ. അതല്ലേ ഞാൻ ഇതിനകത്ത് മുട്ടൻ പിക്കാസ് എടുത്തേ. കണ്ട, ഇതാണ് പറയണത് എമർജൻസിക്ക് ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ നമ്മള് ഫൈനലി ആ മരം ഫുള്ള് വെട്ടിയിട്ടുണ്ട്. ഇനി അവിടുത്തെ സാപ്ലിങ്സ് വീഴാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. എന്റെ ട്രീ കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് തപസിരിക്കുക. അത് തപസിരിക്കലേ ഉണ്ടാവുള്ളൂ. മഴ കുട മഴയാ? എവിടുത്തെ മഴ? എടാ ഇങ്ങോട്ട് എന്താ MC ഇങ്ങോട്ടേ?
മഴ ഇവിടെ മഴ പവിഴമഴ അല്ല ഇവിടെ മഴ അവിടെ മഴ അല്ല അവിടെ എടാ എനിക്ക് ഞാൻ ചത്തിട്ട് വരാട്ടോ എന്റെ ഹങ്കർ ഇല്ല. അല്ല ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടാ. ഓക്കെ ഫൈനലി നമ്മൾ ചത്തിട്ടുണ്ട്. ഓ ഇപ്പൊ ചത്തേനെ പിന്നെ അയ്യോ എവിടെ എന്റെ സ്റ്റോംപിക്കാക്സ് ഈ ചെറുക്കൻ്റെ സ്റ്റോംപിക്കാക്സ് മതി തന്നെ സ്റ്റോംപിക്കാക്സ് അല്ലെങ്കിൽ തന്നെ എന്റെ കൂൾ സ്റ്റോംപിക്കാക്സ് എനിക്കറിയില്ല. അടിക്കും ഞാൻ അടിച്ചു എടാ എം സി പറയാനൊന്നും തോന്നരുത്. ഞാൻ 2 സാപ്ലിങ്സും വെച്ച് ഒരെണ്ണം വളർന്ന് അതിനെ വെട്ടി അതിന് സാപ്ലിങ്സ് വെച്ച് അതും നട്ടിട്ടിരിക്കുക. അതിന് മുമ്പേ വെച്ച സാപ്ലിങ്സ് ആണിത്. നിന്നെങ്ങാനും വളരൂടെ. ഇനി നമുക്ക് കുറച്ച് നേരം കൂടി കോബിൾ സ്റ്റോൺ ഞാൻ എന്തായാലും വുഡ് ഫാം ഉണ്ടാക്കി. എം സിയും കൂടി ഇനി വുഡ് ഫാം ഉണ്ടാക്കണം. അതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ആക്കാം. അടുത്ത എപ്പിസോഡിൽ പറ്റുവാണെങ്കിൽ നമുക്ക് ഐലൻഡിലോട്ടൊക്കെ ഒന്ന് പോവാം ബ്ലോക്ക് ഇട്ട്. എന്റെ മുട്ടാ ഇപ്പൊ കഴിയോടാ 2 മണിക്കൂറും കൂടെ. ഒരെണ്ണം വളരട്ടെ, ആദ്യം വളർന്ന് പന്തിരിക്കട്ടെ. 1 2 3 4 4 ഉണ്ട്. എം സി നമ്മൾ സ്കൈ ബ്ലോക്ക് ആയി ടിപ്പ് പറഞ്ഞിട്ട് നമ്മള് ജമ്പ് അത് ഓഫ് ആക്കിയിടുക. അതായത് എപ്പോഴും ഈ ജമ്പ് ചാടുന്നത് ഓഫ് ആക്കുക. ഓട്ടോ ജമ്പ് ഓഫ് ആടാ. അത് ഓഫ് ആക്കി ഇടുക എപ്പോഴും എല്ലാവർക്കും കൂടി. എടാ അല്ലെങ്കിൽ നമ്മള് ചുമ്മാ നമ്മുടെ കീബോർഡ് ബെസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ അങ്ങോട്ട് പോകും. ഇവിടെ പ്ലാറ്റ്ഫോം ആക്കിയോണ്ട് കുഴപ്പമില്ല. ഓട്ടോ ജമ്പ് ഓഫ്. അത് വലിയൊരു ടിപ്പാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്കൈ ബ്ലോക്കിന്റെ വീഡിയോ ഇടുന്നത് തോന്നുന്നു. അല്ല ലൈനും ബെഡ്റോക്ക് കളിച്ചിട്ടുണ്ട്. ജാവ ആദ്യമായിട്ടാണ്. ഇപ്പൊ നമുക്ക് എടാ ഞാൻ കൈ വലിയ ഐഡിയ ഉണ്ട്. അതായത് വേറൊന്നുമല്ല, ഞാൻ ഒരു ഇവിടെ ചെറുതായിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാൻ പറയാം എന്റെ മാരെ എന്നാങ്ങനെ വലുതാവുന്ന പ്രതീക്ഷിക്കണ്ടടാ. അവനല്ല നീ അവിടെ പ്ലാറ്റ്ഫോം ഉണ്ടാക്കുന്നേ. ഇത് സോംബീസിന് സ്പോൺ ആവാനാ. റോട്ടം പ്രശ്നമാണ് എനിക്ക്. ഇങ്ങോട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് ഇവിടെ ടാബ് ഡോർ വെച്ച് അടയ്ക്കാം. ടാബ് ഡോറിന് പിന്നെ നമ്മുടെ കയ്യിൽ 11 ഇതെല്ലാം കുഴപ്പമില്ല. പ്ലാൻ എന്റെ ട്രീ ഫാം ഉണ്ടാക്കി സമയം കൊണ്ട് അവരവിടെ ട്രീ ഫാം ഉണ്ടായി കഴിഞ്ഞ് വുഡ് ഉണ്ടായി കഴിഞ്ഞു. നമുക്ക് കുറച്ച് ടാബ് ഡോർ ഉണ്ടാക്കാം. 2 മതി. ഞാൻ പറയില്ലേ 3 സാറി വെയിറ്റ് ചെയ്യാറില്ല. 3 സ്വത്തൊക്കെ എപ്പോഴും 3. അയ്യോ ചത്ത് നിന്റെ കരിനാക്ക് വണ്ടാരം. ചത്തല്ല ഈ ടാബ് ഡോർ ഒരെണ്ണം വേസ്റ്റ് ആവുന്ന തോന്നണത്. അതാ ഞാൻ നിന്റെ കുറച്ച് വുഡ് എടുത്തു. ഒരു വുഡ് വുഡ് എടുത്തു. നമുക്ക് എടുക്കാൻ വേണ്ടിട്ടാണ് അത് വെച്ചത്. ഒരു കുഴപ്പമില്ല വച്ചാനെ. ലെറ്റ്സ് ഗോ. ഞാൻ ഉദ്ദേശിച്ച സാധനം വർക്കായി. ലെറ്റ്സ് ഗോ. അതല്ല നീ ടാബ് ഡോർ നീ ഇതൊക്കെ സോംബീസിന് ഇങ്ങോട്ട് വരുവാണെങ്കിൽ ടാബ് ഡോർ പോയി ചാവും. ഞാനൊരു സംഭവം ഉണ്ടാക്കുക. ലെറ്റ്സ് ഗോ. ഞാൻ ട്രീ ഫാം ഇപ്പൊ ഉണ്ടായി. ഞാൻ എന്തായാലും കുറച്ച് ദൂരെ പോയി ഇരിക്കാൻ പോകാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒന്നും സ്പോൺ ആവില്ല. കുറച്ച് ദൂരെ പോകണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് കൊടുക്കുക. ആൻഡ് പാർട്ട് 2 വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ എൻ്റെ യൂട്യൂബ് ഫീഡ്ബാക്കിൽ എൻ്റെ വീഡിയോ എത്തുള്ളൂ. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ആൻഡ് MCGamer ആയിട്ട് വേണമെങ്കിൽ ഒന്നും കൂടി ഇരട്ടി സബ്സ്ക്രൈബ് ചെയ്തു. നോട്ടിഫിക്കേഷൻസ് ആയിരുന്നു സബ്സ്ക്രൈബ് ചെയ്തോ. ആൻഡ് ബൈ. ആൻഡ് MCGamer കുറച്ച് ഗ്രൈൻഡൊക്കെ ചെയ്തോട്ടെ. അല്ലടാ MC എന്നെ കുറച്ചൊരു ഞാൻ ഇമോഷൻ ഓഫ് ഡാമേജ് ആയി. അപ്പോൾ ബൈ ഗായ്സ്.